ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷന്റെ സ്വന്തം തട്ടകം തകർന്നടിഞ്ഞിരിക്കുന്നു. അതെ, ജൻസി പ്രക്ഷോഭം ഉണ്ടാക്കിയ മുറിവ് ഉണങ്ങും മുമ്പ് സ്വന്തം കാൽ കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് കണ്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേട്ടോ ബി.ജെ.പി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ യുവത ഉയർത്തിയ ശക്തമായ സമരത്തിന് മുന്നിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നത് നാം കണ്ടതാണ്. എന്നാൽ ആ ആഘാതം മാറും മുൻപ് ഇതാ ബി.ജെ.പിയെ ഞെട്ടിച്ചുകൊണ്ട് 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ബലം കൂടി വന്നിരിക്കുന്നു. അതിൽ രണ്ടും അവർ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. ഭരണകക്ഷികൾക്ക് എക്കാലത്തും മുൻതൂക്കം ലഭിക്കാറുള്ള ഉപതിരഞ്ഞെടുപ്പുകളിൽ എന്തിന് ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും താമര കരിഞ്ഞുണങ്ങുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ബി.ജെ.പിയുടെ പതനം ഇതാ ഇവിടെ ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ പ്രഹരമേറ്റത് ബീഹാറിലെ ബാങ്കിപ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് കേട്ടോ. 3 പതിറ്റാണ്ടിലേറെയായി ബി.ജെ.പിയുടെ ഉരുക്കുകോട്ടയായിരുന്ന ഈ മണ്ഡലം പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നാബിന്റെ സ്വന്തം തട്ടകമായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 1,00,000-ത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച അതേ മണ്ഡലത്തിലാണ് തവണ ബി.ജെ.പി